അങ്ങനെ വന്നു മക്കളെ, നമ്മുടെയൊക്കെ സ്വന്തം ബസ് KSRTC ഡബിൾ ടക്കർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ജനങ്ങൾക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ തൃശ്ശൂരിൽ നിന്നും, തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും നേരെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അല്ലെങ്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ അനുവദിച്ച ബസ്സാണിത്. പക്ഷേ ഇതല്ല ബസ് പുതിയ ഇലക്ട്രിക്കൽ ബസ് വരും. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റവന്യൂ മിനിസ്റ്റർ K. രാജൻ സാർ, അതായത് നമ്മുടെ സ്വന്തം രാജേട്ടൻ ഗതാഗത മന്ത്രിക്ക് കൊടുത്ത ആ ഒരു ഇതിൽ ഉടൻ നടപടി എടുക്കുകയും ബസ് തയ്യാറായി വരികയും ചെയ്തു വിട്ടു. അപ്പോൾ എന്തായാലും ഇത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ട്രയൽ റണ്ണാണ്. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ ബസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുവോളജിക്കൽ പാർക്ക് കാണാൻ വരുന്നവർക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ മുകളിലിരുന്ന് കാഴ്ചകൾ മൊത്തം കാണാം. തൃശ്ശൂരിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഒരു ട്രയൽ റണ്ണിന് വേണ്ടി ബസ് തൃശ്ശൂർ കുട്ടനല്ലൂർ എത്തിയിട്ടുണ്ട്. പുത്തൂർ റോഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവർ പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ നേരെ സുവോളജിക്കൽ പാർക്കിലേക്ക് പോവാണ് ട്രയൽ റൺ അടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെയൊക്കെ രാജേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം റവന്യൂ മിനിസ്റ്റർ, നമ്മുടെയൊക്കെ രാജേട്ടൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാർ സാറ് ഒട്ടനടി സംഭവം പാസ്സാക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും വികസനം വരട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ ഇങ്ങനൊരു ബസ് വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ നാട്ടുകാരൊക്കെ എക്സൈറ്റഡ് ആണ് കേട്ടോ. നാട്ടുകാരൊക്കെ ഞാനടക്കം എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു ബസ് നമ്മുടെ വഴിക്ക് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനി സഞ്ചാരികളുടെ പർദീസയായിട്ട് നമ്മുടെ തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബസ്സിൻ്റെ വരവ് എല്ലാവരും ആഘോഷിക്കുകയാണ്. ഇതുപോലെ പുതിയ ബസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി KSEBയുടെ സാർമാരൊക്കെ കൂടെ തന്നെയുണ്ട്. കാരണം ബസ് പോകുമ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ റോഡിൻ്റെ പണി അതിഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. കാരണം നമ്മുടെ വഴി കൂടെ ഇങ്ങനൊരു ബസ്സൊക്കെ യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും KSRTCയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആൾക്കാരും മൊത്തത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുത്തൂരിൻ്റെ വികസന പാതയിൽ ഒരു പൊൻതൂവലായിട്ട് KSRTC ബസ്സും കൂടെ എത്തുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു വിസ്മയ കാഴ്ച തന്നെയായിരിക്കും നമ്മുടെ പുത്തൂർ ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ.